എല്ലാ മനുഷ്യരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് അവഗണന. ഒന്നുകിൽ അവർ വീട്ടിൽ നിന്നായിരിക്കാം അത് അനുഭവിച്ചത്, ഒന്നുകിൽ സ്കൂളിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്പോർട്സ് ഗ്രൗണ്ടിൽ വെച്ചായിരിക്കാം, അല്ലെ ഒരു ചർച്ചിൽ വെച്ചായിരിക്കാം, അല്ലെ വർഷിപ്പിനോടുള്ള ബന്ധത്തിലായിരിക്കാം. ഇവിടെയൊക്കെ വെച്ചോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ് എന്നെ അവർ അംഗീകരിച്ചിട്ടില്ല. ഇത് കുഞ്ഞുങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, പ്രായമായവരെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് തോന്നുകയോ മക്കൾക്ക് എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട. ഇങ്ങനെയുള്ള ഒരു അവഗണന നമ്മുടെ ജീവിതത്തിൽ ഒരു ഫീലിംഗ് ആയിട്ട് പലപ്പോഴും കിടക്കാം. ഇത് നമ്മൾ ഇതിനെ ഓവർകം ചെയ്തില്ലെങ്കിൽ ഇതൊരു ബോണ്ടേജ് ആയിട്ട്, ഇതൊരു ബന്ധനമായി നമ്മളെ ബാധിക്കാം. നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആർക്കും നമ്മളെ അവഗണിച്ചില്ലാതാക്കാൻ പറ്റത്തില്ല. ഒരാൾ നമ്മളെ അവഗണിച്ചത് കൊണ്ടോ, ഒരു സമൂഹം നമ്മളെ അവഗണിച്ചത് കൊണ്ടോ, ഒരു വ്യക്തി നമ്മളെ അവഗണിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മളെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം നമ്മൾ അവഗണിക്കപ്പെട്ടാലും പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ എവിടെങ്കിലും അവഗണിക്കപ്പെട്ടോ, ഏതിന്റെയെങ്കിലും പേരിൽ നിന്റെ സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തിയോ, സൗന്ദര്യത്തിന്റെ പേരിലോ, പേരിലോ, ആരോഗ്യത്തിന്റെ പേരിലോ, പേരിലോ, ഏതിനെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ